സന്തോഷിച്ച് എല്ലാരും കൂടി ചിരിച്ചും കളിച്ചും ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് മുന്നിലേക്ക് ചെല്ലണം. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന എവിഡൻസ് അങ്ങ് കാണിക്കണം. കണ്ടു തീരുന്നതിന് മുൻപ് ശ്യാമയുടെ മുഖത്ത് അടി വീഴണം. അപ്പൊ ഇത്രയും കാലം നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേടി? ഇത്രയും കാലവും എല്ലാവരെയും വിഡ്ഢികളാക്കിയതിന്, പറഞ്ഞു പറ്റിച്ചതിന്, രഹസ്യങ്ങൾ മൂടിവെച്ച് വിശ്വാസവഞ്ചന കാണിച്ചതിന് ശ്യാമയെ തലങ്ങും വിലങ്ങും അടിക്കണം. കുഞ്ഞനുജത്തിയെ തല്ലുമ്പോ കുഞ്ഞേച്ചിക്ക് സഹിക്കോ? കുഞ്ഞേച്ചി ഇടപെടും. പിന്നവിടെ നടക്കുന്നത് യുദ്ധമായിരിക്കും. യുദ്ധം. യുദ്ധത്തിന്റെ അവസാനം വീടിന് പുറത്തേക്ക് വന്നു വീഴുന്ന രണ്ടുപേർ, കളക്ടർ ശാലിനിയും കുഞ്ഞനിയത്തി ശ്യാമയും. രണ്ടുപേരും സത്യഭാമയുടെ വീടിന് പുറത്ത്. ശാലിനി, ഇന്ന് നിന്റെ അമ്മ ശാരദാമ്മയുടെ കണ്ണീന്ന് കണ്ണുനീരല്ല വരുന്നത്, ചോരയാ. ചുടുചോര. രണ്ട് പെൺമക്കളാ ഒരേ ദിവസം ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെടാൻ പോകുന്നത്. ഒരമ്മയ്ക്കും കിട്ടാത്ത ഒരസുലഭ നിമിഷം. ശാരദാമ്മേ, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഒരു ഈശ്വരനും കേൾക്കില്ല. ഈശ്വരന്മാർക്കെല്ലാം ഈ സുസ്മിത എന്ന അവധി കൊടുത്തിരിക്കുക. കാരണം ഇന്ന് എൻ്റെ ദിവസാ. എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എൻ്റെ ദിവസം. വാതിൽ മലർക്ക തുറന്നിട് ശാരദാമ്മേ. ഇന്നു മുതൽ രണ്ട് പെൺമക്കളും കൂടെ ഉണ്ടാവും. ഇനി അവര് തിരിച്ച് സത്യഭാമയുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈ സുസ്മിത തീരുമാനിക്കണം. അതിനുള്ള തെളിവും കൊണ്ടാ ഞാനീ പോകുന്നത്. സത്യഭാമയെ ഞെട്ടിപ്പിക്കുന്ന തെളിവ്. ഇതൊന്നും ഞാൻ അങ്ങനെ അണിയാറില്ല. കാരണം പാരമ്പര്യമായി തലമുറകൾ കൈമാറി വന്ന സ്വത്താ ഇത്. ഇതുപോലെ സന്തോഷമുള്ള ദിവസങ്ങളിൽ ഞാനിത് പുറത്തെടുക്കും. സത്യസന്ധമായി തലമുറകൾ കൈമാറി വന്ന ആഭരണങ്ങളായത്. അതാ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതണിയുന്നവർക്കും ആ ഒരു സത്യസന്ധത ഉണ്ടാവണം. എന്നാലേ അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കൂ. ഇതിന്റെ മൂല്യം എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇത് എത്ര വിലമതിക്കുന്നതാണെങ്കിലും ശരി, ഇതെന്റെ മൂത്ത മരുമകൾക്കുള്ളതാ. സത്യമേ, ഇതൊന്നും വേണ്ട. എനിക്ക് ഈ കാണിക്കുന്ന സ്നേഹം മാത്രം മതി. ഞാൻ അതൊക്കെ സത്യമയിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. മോളെ, ഇതെന്റെ ഒരു സന്തോഷത്തിനാ, ഒരു സ്നേഹ സമ്മാനം. നീ അണിയണം. എന്റെ ഒരു ആഗ്രഹം. ഇതെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാ. പക്ഷെ അതാത് സമയത്ത് കാലവും സമയം ഒത്തുവരുമ്പോ ഞാനിതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കും. പക്ഷേ ഇത് ഞാൻ മനസ്സറിഞ്ഞു തരുന്നതാ. എന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് ഞാൻ തരുന്ന സമ്മാനം. മോളെ, ശ്യാമ ഇട്ട് കൊടുക്ക. ശരി.
ശാരദമ്മേ, മാല ഇഷ്ടായോ? സ്നേഹത്തിന്റെ മാറ്റം എങ്ങനെയാ സത്യമ്മ അളക്കാൻ പറ്റുക? ഇതിന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം സത്യാമ്മ മരുമോൾക്ക് കൊടുക്കുന്ന സ്നേഹം തന്നെയാ ഇത്. അവൾക്ക് ലഭിക്കുന്ന 1 കോടി പണത്തേക്കാൾ ലഭിക്കുന്ന ദാനം. ശാലിനിയെ സത്യാമ്മ അംഗീകരിച്ചപ്പോ തന്നെ ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറഞ്ഞു. ഒരമ്മയ്ക്ക് ഇതിൽ പരം ഏറെ സന്തോഷമുണ്ട്. പൊന്നി, പിടിക്ക്. സ്വർണം കൊടുത്ത പുടവയും കൊടുക്കണമെന്ന് ആചാരങ്ങളെല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ നടക്കട്ടെ. മോളെ, ഇത് ഉടുത്തോണ്ട് വേണം ഇന്നത്തെ ചടങ്ങിന് നിൽക്കാൻ. സത്യമേ, ഇന്നത്തെ ചടങ്ങ് ശ്യാമയ്ക്കും രോഹിത്തിനും മാത്രം അവകാശപ്പെട്ടത്. അതിന് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി തന്നെ പോരെ? അതൊന്നും പറ്റില്ല. നീ സത്യഭാമയുടെ മൂത്ത മരുമകളാ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. എന്നെ കഴിഞ്ഞാൽ ഈ വീട് ഭരിക്കേണ്ടവൾ. അവളെങ്ങനെയൊക്കെ ഉടുത്തൊരുങ്ങി വരണമെന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. അതുപോലെ നടക്കും. അതുകൊണ്ട് മോള് ഈ പുടവ മോള് ഉടുക്കണം. ശ്യാമ, എല്ലാ കാര്യങ്ങളും റെഡിയല്ലേ? ഇനി നമുക്ക് ചടങ്ങ് നടത്താലോ. എല്ലാം ഒരുക്കിയിട്ടുണ്ട് സത്യമ്മേ. എന്നാലും ഞാനും കൂടി നോക്കട്ടെ. മോളെ, അപ്പോഴേക്കും മോള് ഡ്രസ്സ് മാറി നിൽക്ക്. മോള് വാ, നടക്ക്. പൊന്നി, നീ എന്താടി ആലോചിക്കുന്നേ? ഇതൊക്കെ സ്വപ്നമാണെന്നുള്ള ആശങ്കയില്ല അമ്മേ ഞാൻ. എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ വെട്ടി തുറന്ന് പറയുന്നേ ഉള്ളൂ. സത്യമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാനും പറയാനും ഒന്നും അവർക്ക് സാധിക്കില്ല. ഇപ്പൊ സത്യാമ്മ കാണിക്കുന്നതും അവരുടെ മകനോടുള്ള അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ഇപ്പൊ നിന്നോടും ഉണ്ടായി. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി മോളെ. എല്ലാം കലങ്ങി തെളിയാൻ ഈശ്വരനായിട്ട് തന്നെയാ ഓരോന്ന് ഒരുക്കി കൊണ്ടുവരുന്നതും. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയൂലേ, അത് തന്നെയാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. എന്തായാലും നീ സാരി മാറ്. ഞാനേ മക്കളെവിടെയും നോക്കട്ടെ. സത്യാമ്മയുടെ സ്നേഹം സന്തോഷം കാണുമ്പോൾ മനസ്സിൽ കയറി കൊടുന്നൊരു കാർമേഘമുണ്ട്. സുസ്മിത. ഏത് നിമിഷവും അവൾ കൊടുങ്കാറ്റായി കടന്നു വരാം. വന്ന എല്ലാവരെയും ആ കാറ്റിൽ അവൾ വട്ടം ചുറ്റിച്ചുകൊണ്ട് പോകാം. ഈ സന്തോഷവും സമാധാനവും അവളുടെ ഈ ഒറ്റ വരവിൽ അവൾ അവസാനിപ്പിക്കും. അവൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവളെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഒരു ശ്രമം. ഇവിടുത്തെ ഈ സന്തോഷം തകരാതിരിക്കാൻ ഒരു ശ്രമം.
വിളിക്കുന്നത് കളക്ടറാണല്ലോ. ഈ ഉള്ളവളെയൊക്കെ കളക്ടർ അങ്ങനെ വിളിക്കൂ? വിളിക്കണമല്ലോ. ചങ്കിനകത്ത് ഇലഞ്ഞിത്തറ മേളം കൊട്ടിയാടുമ്പോ വിളിച്ചു പോകും. വിളിക്കട്ടെ. നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുമ്പോ എന്തിനാടി ഞാൻ ഈ ഫോൺ എടുക്കുന്നത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സത്യഭാമയോട് പറഞ്ഞോളാം. 2 കുട്ടികളെ പ്രസവിച്ചിട്ട് ഒന്നിനെ അനുജത്തിക്ക് വിറ്റവളല്ലേ നീ? വിഷ്ണുവിനെയും വഞ്ചിച്ചു. വിഷ്ണുവിന്റെ അമ്മയെ നീ വഞ്ചിച്ചു. അപ്പോ നിന്റെ അനിയത്തി ചെയ്തതോ? അവളുടെ ഭർത്താവ് രോഹിത്തിനെയും വഞ്ചിച്ചു. അങ്ങനെ ആ കുടുംബത്തിലെ സകലരെയും 10 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു പറ്റിച്ചു. പറ്റിക്കലേറ്റുവാങ്ങാൻ സത്യഭാമയുടെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞതുപോലെ ആക്കിയില്ലേ നിങ്ങൾ ചേടത്തി അനിയത്തിയും കൂടെ? അതിന്റെ ഫലമൊക്കെ ഇന്ന് അനുഭവിക്കണം. ചുമ്മാ പറയുമല്ല, തെളിവ് സഹിതം പറയാൻ പോകുന്നതാ. അതുകൊണ്ട് നിനക്ക് അവിടെ നിന്ന മനസമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം. ചുമ്മാ വിളിക്കടേ. ഈ വിളിയിൽ നിന്റെ പരിഭ്രാന്തി എനിക്ക് ഇവിടെ ഇരുന്ന് കാണാം. നിന്റെ കണ്ണുകളിലെ ഭയം അതും എനിക്ക് കാണാം. അങ്ങനെ ഇടന്ന് വിളിക്കടി. വിളിച്ച് വിളിച്ച് വിഷമിക്കുമ്പോ ഞാൻ പ്രത്യക്ഷപ്പെടും, സത്യഭാമയ്ക്ക് ഒരു വരം കൊടുക്കാൻ. ആ വരവാ നിന്റെയൊക്കെ തലവര. ആകാശ കൊട്ടാരത്തിൽ നിന്നും നിന്നെയൊക്കെ തള്ളിയിടുന്ന തലവര. മേഡം ഫോൺ അടിക്കുന്നു. അതങ്ങ് അടിക്കട്ടോ, നിർത്താതെ അടിക്കട്ടെ. അതിന്റെ ഒരു സുഖത്തിലാ ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഇത് എനിക്ക് വെറും ഒരു ഫോൺ കോൾ അല്ല, ആനന്ദം. മനസ്സ് നിറയ്ക്കുന്ന ആനന്ദം. ഇവളെടുക്കുന്നില്ലല്ലോ. ഞാൻ എടുക്കില്ല ശാലിനി. നീ എത്ര വിളിച്ചാലും ഞാൻ എടുക്കില്ല. നീ ഇപ്പൊ കരയിലെടുത്തിട്ട മീനിനെ പോലെ പിടയ്ക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനത് ഇവിടെ ഇരുന്ന് മനസ്സിൽ കാണാം. ഞാൻ ഈ ഫോൺ എടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ചങ്കിടിപ്പ് കൂടുകയേ ഉള്ളൂ. അതിനിയും കൂടണം. കൂടിക്കൂടി ചങ്കിന്റെ പ്രവർത്തനം നിലച്ചാ ഞാൻ ഡബിൾ ഹാപ്പി. അവളെടുക്കുന്നില്ലല്ലോ. അവളിപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാ. എന്തൊക്കെയോ അവള് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് ഫോൺ എടുത്തേനെ. എന്തായിരിക്കും അവളുടെ ലക്ഷ്യം? അപ്പയുടെ സത്യങ്ങൾ അറിയിക്കുന്നതിലൂടെ വലിയൊരു ഭൂകമ്പം തന്നെ അവളിവിടെ സൃഷ്ടിക്കും. പിന്നെ ഈ കാണുന്ന സത്യഭാമയായിരിക്കില്ല ഇവിടെ കാണുന്നത്. ശ്യാമയെ അടിച്ച് പുറത്താക്കാം, എന്നെ അടിച്ച് പുറത്താക്കാം. സത്യങ്ങൾ മറച്ചു വെക്കാൻ കൂട്ടുനിന്നതിന് അമ്മയും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നേക്കാം. പപ്പിയും സത്യയും അവരുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിയും. എന്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനവളെ തടഞ്ഞു നോക്കും. കണ്ണിച്ചോരില്ലാത്തവളാ സുസ്മിത. എന്തും ചെയ്യാൻ കഴിവുള്ളവൾ. അവളെപ്പോലുള്ളൊരു ശത്രുവിനെ ഒതുക്കുന്നതിന്
അവളെക്കാൾ തന്ത്രങ്ങൾ നമ്മളും പഠിക്കണം. ഇവിടെ ഇപ്പോ അവളെ തടയുക എന്നത് മാത്രമാ ആകെയുള്ളൊരു പോംവഴി. മോളെ ശാലിനി, ആ അമ്മേ, ഇതാ വരുന്നു. ഓ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. എന്താ സത്യേ? എന്റെ അച്ഛന്റെ കാര്യം ഇത്ര നേരം വിളിച്ചില്ലല്ലോ. സത്യയുടെ അച്ഛൻ ഇപ്പൊ വലിയ തിരക്കിലായിരിക്കും. അതെങ്ങനെ പപ്പിക്കറിയാം? അതിന് എന്റെ അച്ഛനെ പപ്പി സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാൻ തിരക്കാന്ന്? അതിപ്പോ നമുക്ക് ഊഹിക്കാലോ. ആണോ? എന്നാ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതിപ്പോ എവിടെയൊന്ന് ഒളിപ്പിച്ച് വെക്കാം. ആ, ഇവിടെ ഇരിക്കട്ടെ. ഭാഗ്യം ഫോൺ കയ്യിലെടുക്കാത്തത്. ഇപ്പൊ എല്ലാ പ്ലാനും പൊളിഞ്ഞാനെ. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സത്യേ, ജോലി തിരക്കായിരിക്കും. ഇത് പപ്പയുടെ ഫോണാണല്ലോ. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരായിരിക്കും? ഇത് സത്യമാണല്ലോ വിളിക്കുന്നത്. ഇത് എവിടെ നിന്നാ വിളിക്കുന്നത്? ഫോൺ വിളിച്ച് പരസ്പരം കളിക്കുകയാണോ? അച്ഛൻ എന്താ അച്ഛൻ ഫോൺ എടുക്കാത്തത്? ഈശ്വര, ആരോ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ എത്ര നേരമായിട്ട് അച്ഛനെ വിളിക്കാന്നറിയോ? അച്ഛൻ എപ്പോഴാ വരുന്നേ? എന്താ അച്ഛൻ മിണ്ടാത്തെ? എന്നാ ഇനി അച്ഛൻ വരുന്നേ? അച്ഛൻ വരുമ്പോ എനിക്കൊരു പാവ കൊണ്ടുവരണേ. സംസാരിക്കണ മിക്കി മൗസ്. ഇവിടെ പപ്പിയുടെ കയ്യിൽ സംസാരിക്കുന്ന പാവയുണ്ട്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഹലോ? അപ്പോ സത്യയുടെ അച്ഛനെന്നും പറഞ്ഞു വിളിക്കുന്നത് ഈ ഫോണിൽ നിന്നായിരുന്നോ? അച്ഛാ, ഹലോ. അപ്പൊ അതാരായിരിക്കും അച്ഛന്റെ ശബ്ദത്തില് സത്യയോട് സംസാരിച്ചത്? പപ്പിയായിരിക്കാൻ വഴിയില്ല. പിന്നെ ആര്? അയ്യോ, കട്ടാക്കിയല്ലോ. ഇനി ജോലി തിരക്കായിരിക്കോ? മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പപ്പി പറ, ഉപയോഗിക്കുന്നുണ്ടോന്ന്. ഇല്ല, ഞാൻ സത്യ പറയുന്ന. എങ്കി ഇപ്പൊ സത്യ വിളിച്ചിരുന്നു. അവള് സംസാരിച്ചത് ഇപ്പുറത്ത് അവളുടെ അച്ഛനാണെന്ന രീതിയിൽ. സത്യം പറ മോളെ, സത്യയുടെ അച്ഛന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ആരാ? വിഷ്ണു അച്ഛനാണോ? അല്ല. പിന്നെ ആരാ?